നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ACP ഇങ്ങനെ ഒരു മുരടനായി പോയത് അതെന്താ അമ്മേ? പക്ഷെ മനസ്സ് നല്ലതായിരുന്നു. ഇതിപ്പോ ഒരു കരിങ്കല്ല, ഒരു മയവും ഇല്ലാത്ത മനുഷ്യൻ. നമ്മൾ പറയുന്നത് ഘടോൽക്കജൻ കേട്ടോ? ഘടോൽക്കജനോ? എന്താ ഇവിടെ സന്ധി സംഭാഷണം? ഇതൊന്നും ഇവിടെ പറ്റില്ല. അതിർത്തിക്ക് അപ്പുറത്താണെങ്കിലും ഇവളെന്റെ മകളല്ലേ. ഇവളോട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? വേണ്ട, അമ്മയും മകളും ഒക്കെ പാട്ടിക്ക് പുറത്ത്. ഞാനിതൊന്നും ഇതിനകത്ത് അനുവദിക്കില്ല. നീ അങ്ങനെ അങ്ങ് വിളയാടല്ലേ മോനെ. നീയും എന്റെ മകനായതുകൊണ്ടാ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത്. മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നീ അത് വിശ്വസിക്കാതെ നിനക്ക് പറ്റിയ പിടിപ്പുകേട് നീ മീനാക്ഷിയുടെ മേലെ ചുമത്താൻ ശ്രമിച്ചാലേ അതൊന്നും ഞങ്ങളാരും സമ്മതിച്ചു തരില്ല. അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്റെ അമ്മയ്ക്ക് അറിയാം. അവനവന്റെ കാര്യത്തിന് പറ്റിയില്ലെന്നേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ അവളുടെ അംഗീകാരം ഇല്ലാതെ ബലമായി പിടിച്ച് താലി കെട്ടിയിട്ട് അവളുടെ നേരെ ഭീഷണി ഉപദ്രവം തുടർന്നാലുണ്ടല്ലോ, ആ നിയമമൊക്കെ എന്നെക്കാൾ നന്നായി നിനക്കറിയാലോ. ഓഹോ, എന്നെ അഡ്വൈസ് ചെയ്യിക്കാണോ? അമ്മയും മകനും ഒക്കെയാണ്. പക്ഷെ സത്യം നീയും അറിഞ്ഞിരിക്കണമല്ലോ. മീനാക്ഷിയെ പോലെ തന്നെ നീയും ഞങ്ങളുടെ പൊന്നോമനെയാണ്. അതാ ക്ഷമിക്കുന്നത്. അളമുട്ടിയ ചേരയും കടിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളോ? അതെ, നിങ്ങൾ തന്നെ. ഇവിടെ ഇപ്പുറത്ത് എന്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരാ ഉള്ളത്. എന്റെ അച്ഛൻ, എന്റെ അമ്മ, പിന്നെ ദേ ഇവളും, പിന്നെ എന്റെ കുഞ്ഞും. ഞങ്ങൾ ആരോടും നിങ്ങൾ ഇനി സംസാരിക്കാൻ പാടില്ല. ലോകം ഒന്നിരണ്ട് വെളുത്തപ്പോഴേക്കും നീ എന്നെ മറന്നു അല്ലേടാ മോനെ? നിനക്ക് ഞാൻ അത്രയ്ക്ക് അന്യായല്ലേ? നിനക്ക് ഞാൻ ആരുമല്ല അല്ലേ കാർത്തി? സെന്റിമെന്റ്സിന് ഒരു വിലയും കൽപ്പിക്കാത്ത തലമുറയിൽപ്പെട്ടൊരു മകനായി പോയല്ലോ നീ. മോനെ, നീ എത്രയ്ക്ക് എന്നെ വെറുക്കാൻ ശ്രമിച്ചാലും എനിക്ക് നിന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് അമ്മ എന്നുള്ള വിളി കേട്ടത് എന്റെ നാവിൽ നിന്നാ. അമ്മേ, അമ്മമാർക്ക് എന്ത് സഹിക്കാനും ക്ഷമിക്കാനും കഴിയും. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ അത് മറക്കും. പ്രത്യേകിച്ച് ഞാൻ. കാരണം ഞാൻ ശാപം കിട്ടി മണ്ണിൽ ഉറച്ചുപോയ ഒരു ശിലയായിപ്പോയി.
ഈ പാമ്പിൻകുട്ടി വന്ന് ജനിക്കാനായിരുന്നു ഇതിന്റെ യോഗം. കഷ്ടമായിപ്പോയി. അവള് താങ്ങ കേട്ടല്ലോ. നിന്നെ എന്നെയും കുറിച്ച. അതെ, നിന്നെ അവക്ക് പരമ പുച്ഛം. ഒരു ഭൂലോക മരമണ്ടനായിട്ടാ നിന്നെ അവള് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ രൂക്ഷമായ മട്ടില് സംസാരിച്ചാ മാത്രം പോരെ. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാരണം നോക്കി ഓരോ പൊട്ടീരും കൊടുക്കണം. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങള്? കാർത്തി കാർത്തി മൂർത്തി ഒരമ്മ നടക്കുന്നു. നിങ്ങൾ നല്ലതായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിന് ഞാനെന്ത് ചെയ്തു? ചേടാ, മൈഥിലി ആ ലക്ഷണം കെട്ടവന്റെ കൂടെ പോയതിന് ഞാനെന്ത് കുറ്റം ചെയ്തു? നിങ്ങളും കൈ കഴുകാൻ നോക്കണം. ദേ മോനെ, വൈശാഖും മൈഥിലിയും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കും അറിയാമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ അങ്ങ് സമ്മതിച്ചു തന്നേനെ. നിന്റെ ഭാര്യയെ ഞാൻ സംശയിച്ചു എന്ന് കരുതി നീ ആദ്യം എന്നെ ചവിട്ടി പുറത്താക്കിയനെ. ഭാര്യ പതിവ്രതാരത്നമല്ലേ, കുലസ്ത്രീ. സാക്ഷാൽ സീതാദേവിയുടെ പേരല്ലേ അവക്ക്. മിഥിലയുടെ മകൾ മൈഥിലി. എന്റെ സംശയം 2 or 3 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതുവാ. അപ്പോഴൊക്കെ നീ താക്കീത് ചെയ്തത് എന്നെയാ. ഓർക്കുന്നുണ്ടോ നീ? മൈഥിലിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കാർത്തി. അതിനാ സാവിത്രി ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എന്താ അമ്മ ഇത്? വയ്യാത്തൊരാൾക്ക് ഒരു ചായ വാങ്ങിക്കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അതിനമ്മ എന്തിനാ വൈശാഖിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇവൻ നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ആളല്ലേ. എടാ, ഭാര്യയായാലും ആരായാലും അവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിലേ ദേ ഇങ്ങനെ ഇരിക്കും. പിന്നെ നീ വലിയ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ? പക്ഷേ സ്വന്തം ബെഡ്റൂമിൽ നടന്ന ക്രൈം നീ കണ്ടുപിടിച്ചില്ല. നിന്നെയൊക്കെ മിണ്ടരുത്. എന്റെ തകർച്ചയിൽ നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. ഇറങ്ങിപ്പോ. എടാ, ഇറങ്ങിപ്പോവാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.